സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വാക്കാണ്, ഒരു പ്രയോഗമാണ് ഡൺ. നമുക്കറിയാം ഡു, ഡിഡ്, ഡൺ. ചെയ്യുക, ചെയ്തു, ചെയ്യപ്പെട്ടു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണല്ലോ ഡൺ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഡൺ എന്നുള്ളതിന് കഴിഞ്ഞു, തീർന്നു, ഇറ്റ്സ് ഓവർ എന്നുള്ള അർത്ഥത്തിലാണ്. അത് കോണ്ടെക്സ്റ്റുകളിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും. ആർ യു ഡൺ ഈറ്റിംഗ്? എൻ്റെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞോ? ഐ ആം ഡൺ വിത്ത് മൈ വർക്ക്. എൻ്റെ ജോലി തീർന്നു. ആർ യു ഡൺ വിത്ത് ദോസ് ബുക്സ്? പ്രത്യേകം ശ്രദ്ധിക്കുക, ആ പുസ്തകങ്ങൾ വായിച്ച് തീർന്നോ എന്നാണ്. നോക്കൂ, ഇവിടെ ഡൺ എന്നുള്ള ഒരൊറ്റ വാക്ക് എംപ്ലോയ് ചെയ്യുന്ന മീനിങ് നോക്കുക. നീ ആ ലെറ്റർ അയച്ചോ? ഡിഡ് യു സെൻഡ് ദാറ്റ് ലെറ്റർ? ഐ വിൽ സെൻഡ് ഇറ്റ് നൗ. ഡൺ. ഇതപ്പോൾ അയക്കാം, അയച്ചു. ഒരു കുക്കിങ്ങിൽ നമ്മൾ ഒരു ചിക്കനൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കില്ലേ, ചിക്കൻ വെന്ത് കഴിഞ്ഞോ എന്നുള്ള അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ ഇത്ര ചോദിച്ചാൽ മതി. ഈസ് ദ ചിക്കൻ ഡൺ എറ്റ്? ചിക്കൻ റെഡി ആയെങ്കിൽ ഇറ്റ്സ് ഡൺ. ഇനി നമ്മളൊരു കാര്യം അങ്ങും ഇങ്ങും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എനിക്കൊന്നും ഇക്കാര്യത്തിൽ പറയാനില്ല, സംസാരിക്കാനില്ല എന്നുള്ള അർത്ഥത്തിൽ ഐ ആം ഡൺ ടോക്കിംഗ് അബൌട്ട് ദിസ്. ഇത്ര പറഞ്ഞാൽ മതി, ഇനി എനിക്കൊന്നും പറയാനില്ല. ചോർ എന്നുള്ള അർത്ഥത്തിൽ വീട്ടുജോലികൾ, ക്ലീനിങ്, കുക്കിംഗ്, സ്വീപ്പിംഗ്. അപ്പോൾ എൻ്റെ വീട്ടുജോലികളൊക്കെ കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിന് ഐ ആം ഡൺ വിത്ത് മൈ ഓൾ ചോർസ്. ഈസ് ഡിന്നർ റെഡി? ഡിന്നർ റെഡിയായോ? വിൽ ബി ഡൺ വിത്തിൻ 10 minutes. 10 മിനിറ്റിനുള്ളിലാവും. ഡിന്നർ ഈസ് ഡൺ. ഡിന്നർ റെഡിയായി. നോക്കൂ, ഡൺ എന്നുള്ളതിൻ്റെ വിവിധ കോണ്ടെക്സ്റ്റുകളിൽ അർത്ഥവ്യത്യാസങ്ങൾ നോക്കുക. വെൻ യു ആർ ഡൺ ലെറ്റ് മീ നോ. നീ അത് തീർക്കുമ്പോഴേ, അത് കഴിയുമ്പോൾ എന്നെ അറിയിക്കണേ. വി ആർ ഓൾമോസ്റ്റ് ഡൺ, ജസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. ഏതാണ്ട് തീർന്നു, ഒരു ചോദ്യം കൂടി. മൈ ഷിഫ്റ്റ് ഈസ് ഡൺ, ഐ ആം ലീവിങ്. എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു, ഞാൻ പോവുകയാണ്. കം ലെറ്റ് us ഹാവ് ഫുഡ്. വരൂ, ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞാൻ കഴിച്ചു എന്നുള്ളതിന് എങ്ങനെ പറയുക? ഐ ഹാവ് ഓൾറെഡി ഈറ്റൺ എന്നോ ഐ എയ്റ്റ് എന്നോ എന്നൊക്കെ പറയുന്നതിലേറെ നല്ലത് ഐ ആം ഡൺ, ഞാൻ കഴിച്ചിട്ടുണ്ട്, കഴിച്ചു. ഐ ആം ഡൺ ഈറ്റിംഗ് എന്നും പറയാം. ഐ ആം ഡൺ എന്ന് പറഞ്ഞാലും മതി. ഒരു ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചത് നമുക്ക് പറയാം. ഐ ആം ഡൺ, യു ക്യാൻ ഡിസൈഡ് നൗ. എൻ്റെ ഭാഗം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. ക്യാൻ യു ഹാൻഡിൽ ദിസ് ടാസ്ക്? ഈ ജോലി നിനക്ക് ചെയ്യാൻ പറ്റുമോ? കൺസിഡർ ഇറ്റ് ഡൺ. അത് ചെയ്തു എന്ന് കരുതിക്കോ എന്നാണ് അതിനർത്ഥം. കൺസിഡർ ഇറ്റ് ഡൺ. ഇനി ഇംഗ്ലീഷിൽ നമുക്ക് മറ്റൊരു ചൊല്ലുണ്ട്, മലയാളത്തിൽ നമ്മൾ പറയാറില്ലേ, കഴിഞ്ഞത് കഴിഞ്ഞു. വാട്ട് ഈസ് ഡൺ ഈസ് ഡൺ. കഴിഞ്ഞത് കഴിഞ്ഞു. ആ ഒരു പ്രയോഗം കൂടി നമുക്ക് ശീലിക്കാം. വി കോൺ കറക്റ്റ് ഇറ്റ്, വി ക്യാൻ ലേൺ ഫ്രം ഇറ്റ്. നമുക്കത് തിരുത്താൻ കഴിയില്ല, നമുക്കതിൽ നിന്ന് പഠിക്കാം. വാട്ട് ഈസ് ഡൺ ഈസ് ഡൺ. കഴിഞ്ഞത് കഴിഞ്ഞു. ഡൺ എന്നുള്ളതിൻ്റെ അർത്ഥം ഇതാണ്, തീർന്നു, കഴിഞ്ഞു എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓക്കെ, താങ്ക് യു.